ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മഹാബലിപുരത്ത് നിന്ന് കാഞ്ചീപുരത്ത് എത്തിയിട്ടു. ഇവിടെ SSK ഗ്രാൻഡിലാണ് താമസം. 2 ദിവസം കാഞ്ചീപുരം കാഴ്ചകളിലായിരിക്കും. നമുക്ക് പോകാം. കാഞ്ചീപുരം, ദ സിറ്റി ഓഫ് ടെമ്പിൾസ്. ഇത് പ്രസിദ്ധമായ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം ഹസ്തിഗിരി എന്നും അറിയപ്പെടുന്നു. 108 ദിവ്യദേശങ്ങളിൽപ്പെട്ട ക്ഷേത്രം. 10-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പുതുക്കി പണിതത്. 10 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്ര നിർമ്മിതി. ബ്രഹ്മാവ് വിഷ്ണുവിനെ ചതുർഭുജ രൂപത്തിൽ ദർശിക്കണമെന്ന ആഗ്രഹത്താൽ ഒരു യാഗം നടത്തുകയും യാഗാഗ്നിയിൽ നിന്ന് വരദരാജ പെരുമാൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. അത്തിമരത്തിലുണ്ടാക്കിയ വിഗ്രഹത്തിന് അഗ്നിയാൽ കേടുവന്നതിനാൽ ഈ അനന്ത സരസിൽ നിക്ഷേപിച്ചുവത്രേ. എല്ലാ 40 വർഷം കൂടുമ്പോഴും ആ വിഗ്രഹം എടുത്ത് പൂജ നടത്തുന്നു. നല്ല തിരക്കുള്ള ക്ഷേത്രമാണ്. വിജയനഗര രാജാക്കന്മാരാൽ നിർമ്മിതമായ 100 തൂണുകൾ. ഈ തൂണുകളിൽ രാമായണ കഥയിലെയും പുരാണ കഥകളിലെയും ദേവകളെ വളരെ ഭംഗിയായി കൊത്തിവെച്ചിരിക്കുന്നു. സുന്ദരമായൊരു നിർമ്മിതി, മോണോലിത്തിക് ആർക്കിടെക്ചർ. ചുമർ ചിത്രങ്ങളും വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് രചിക്കപ്പെട്ടതാണ്. റിയലി ബ്യൂട്ടിഫുൾ. വൈഷ്ണവ പണ്ഡിതനായ രാമാനുജം ഇവിടെ താമസിച്ചിരുന്നുവത്രേ. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ശാപത്താൽ പല്ലികളായി മാറിയെന്നും പിന്നീട് വിഷ്ണു ഭഗവാൻ ശാപമോക്ഷം നൽകിയെന്നുമാണ് ഐതിഹ്യം. സ്വർണ്ണപ്പല്ലിയെയും വെള്ളിയിൽ തീർത്ത പല്ലിയെയും ഇവിടെ ആരാധിക്കുന്നതായി കാണാം. ഇതൊരു പുതിയ നിർമ്മിതിയാണ്. ഞങ്ങൾ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. ആദിപരാശക്തിയുടെ 3 പ്രധാന ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. 4 കൈകളോടെ പത്മാസനത്തിലിരിക്കുന്ന ദേവിയാണ് പ്രതിഷ്ഠ. പല്ലവരുടെ കാലത്തേ ഉള്ള ഈ ക്ഷേത്രം പൂർണ്ണമായി പുതുക്കി പണിതത് ചോളരുടെ കാലത്താണ്. ഇവിടെയും നല്ല തിരക്കാണ്. ആദി ശങ്കരാചാര്യരുമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹമാണ് ശ്രീചക്രം ദേവിക്ക് മുന്നിൽ സ്ഥാപിച്ചത്. ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എഴുതിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത്രേ. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വർഷിണി സിൽക്സിലേക്കാണ്. കാഞ്ചീപുര പട്ട് ലോകപ്രശസ്തമാണല്ലോ. അതിൻ്റെ നിർമ്മാണം, നെയ്യുന്ന കാഴ്ച അതിമനോഹരം തന്നെ. ദ സിൽക്ക് സിറ്റി ഓഫ് സൗത്ത് ഇന്ത്യ എന്നും കാഞ്ചീപുരം അറിയപ്പെടുന്നുണ്ട്. ചോളരാജാക്കന്മാരുടെ കാലത്തെ കാഞ്ചീപുരം പട്ട് പ്രസിദ്ധമാണ്. 5000 കുടുംബങ്ങൾ സിൽക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2005-ൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കാഞ്ചീപുരം സിൽക്കിന് നൽകിയിട്ടുണ്ട്. കാഞ്ചീപുരം പട്ടിൻ്റെ വർണ്ണ വൈവിധ്യമാർന്ന കാഴ്ചയിൽ നിന്ന് സ്വയം പറിച്ചെടുത്ത് ഞങ്ങൾ നേരെ പോയത് കൈലാസ്നാഥ് ക്ഷേത്രത്തിലേക്കാണ്. കാഞ്ചീപുരം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7th സെഞ്ച്വറി 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ സെക്കൻഡിൻ്റെ കാലത്തെ നിർമ്മിതിയാണ്. പിന്നീട് ചോള രാജാക്കന്മാർ വികസിപ്പിച്ചു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിവ ടെമ്പിളായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം എന്നതിലുപരി ഒരു ആർക്കിടെക്ചർ കോൺക്ലേവ്. സാൻഡ്സ്റ്റോണിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കൊത്തുപണികൾ. ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത്. ഇവിടെ 58 ഉപക്ഷേത്രങ്ങളുണ്ട്. മഹേശ്വരൻ്റെ വിവിധ രൂപങ്ങളാണ് എല്ലാം. ഉമാമഹേശ്വരൻ, ത്രിപുരാന്തകൻ, ഗംഗാധരൻ എന്നിങ്ങനെ ശിവഭഗവാന്റെ 64 രൂപങ്ങൾ. ചുറ്റും സിംഹരൂപികൾ ദ്വാരപാലകരെ പോലെ തോന്നിക്കുന്നു.
മുട്ടിലിഴഞ്ഞാണ് പ്രതിഷ്ഠ പ്രദക്ഷിണം വെക്കേണ്ടത്. ഇത് ജീവിത പ്രാരബ്ധങ്ങളെ സൂചിപ്പിക്കുന്നു. തുടർന്ന് ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. അത് മരണത്തിൻ്റെ പ്രതീകം. വീണ്ടും നടന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കണം. അത് റീബർത്തിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്താൽ മോക്ഷം ലഭിക്കും, റീബർത്ത് ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. നന്ദി. ശത്രുക്കളുടെ ആക്രമണ സമയത്ത് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ക്ഷേത്രങ്ങൾ എപ്പോഴും ഒരു സുരക്ഷിത താവളമാണ്. ഇവിടെയും ഒരു സീക്രട്ട് ടണൽ, പുറത്തേക്കുള്ള ഒരു എസ്കേപ്പ് റാമ്പ് ഉണ്ടായിരുന്നുവത്രേ. ശില്പകലയാൽ സമ്പന്നമാർന്ന ഈ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. തികച്ചും നയനാനന്ദകരം. പുറത്ത് വിഗ്രഹങ്ങളുടെയും വിളക്കുകളുടെയും കച്ചവടത്തിരക്ക്. വലിയ വിലയാണ് പറയുന്നത്. ബുദ്ധ, ഗണപതി, കൃഷ്ണ വിഗ്രഹങ്ങൾ. മനോഹരമാണ് ഈ കാഴ്ച. ഇത് ഏകാംബരേശ്വര ക്ഷേത്രം. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രം. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ഭൂമി ലിംഗത്തെയാണ് ആരാധിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാർ പണിതതാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം. ഇത് വാഹന മണ്ഡപം. ഉത്സവ സമയത്ത് എഴുന്നള്ളിക്കുന്ന രഥങ്ങളാവാം. ഫാൽഗുണി മാസത്തിൽ 13 ദിവസമാണത്രേ ഇവിടെ ഉത്സവം. നവരാത്രി മണ്ഡപം. ശിവലിംഗ ശ്രേണി. 1000 കാൽ മണ്ഡപം പണിതത് വിജയനഗര രാജാക്കന്മാരുടെ കാലത്താണ്. പാർവതീദേവി ശിവഭഗവാനെ ഇവിടെ ഒരു മാവിൻ ചുവട്ടിൽ ശിവലിംഗം വെച്ച് തപസ് ചെയ്തുവെന്നും ശിവഭഗവാൻ പ്രസാദിച്ച് അനുഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഇവിടെയുള്ള മാവിനെ ഭക്തർ ആഗ്രഹ സഫലീകരണത്തിനായി ആരാധിക്കുന്നു. 3500 വർഷം പഴക്കമുള്ള മാവിൻ്റെ വേര് ഹോളി മാംഗോ ട്രീ ആയി ഇവിടെ സൂക്ഷിക്കുന്നു. 1000 കാൽ മണ്ഡപം, അതിമനോഹര നിർമ്മിതി. ശിവഗംഗാ തീർത്ഥം, ക്ഷേത്രത്തോട് ചേർന്ന കുളം. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ക്ഷേത്രത്തിൻ്റെ ചുമതല. ഇതോടെ ഞങ്ങളുടെ കാഞ്ചീപുരം യാത്ര അവസാനിക്കുകയാണ്. ഒരു പുരാതന നഗരം, ക്ഷേത്രങ്ങളുടെ നഗരം, കാഞ്ചീപുരം പട്ടിൻ്റെ നഗരം. മോക്ഷ ട്രാവൽസിൻ്റെ കൂടെ ഒരു നല്ല ട്രിപ്പ്. ഇറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. എന്നും ഓർക്കാവുന്ന ഒരു യാത്ര. 2024 ഇവിടെ അവസാനിക്കാറായി. പുതുവർഷത്തിൽ 2025
പുതു യാത്രകളുമായി വീണ്ടും കാണാം. വി വിഷ് all our viewers and subscribers a very happy new year. Happy New Year!